സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ഇബാദത്താണ് സക്കാത്ത്. വളരെ പ്രധാനപ്പെട്ട ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എണ്ണിയതാണ് സക്കാത്ത്. ആ സക്കാത്ത് പിരിച്ചെടുക്കാൻ വേണ്ടി ബൈത്തു സക്കാത്ത് എന്ന് പറഞ്ഞ് സംവിധാനമുണ്ടാക്കി പുത്തൻവാദികൾ ജനങ്ങളുടെ സക്കാത്ത് തട്ടിയെടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് പലിശ വാങ്ങുന്നു. അവർ അവരുടെ മൗലവിമാർക്ക് ശമ്പളം പറ്റാൻ വേണ്ടി ജോലി ഉണ്ടാക്കി കൊടുക്കുന്നു സക്കാത്ത് കൊടുത്തിട്ട്. ഞാൻ വെറുതെ പറയല്ല, എന്റെ വണ്ടിയിലുണ്ട് പുസ്തകം, സക്കാത്തിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാർ എഴുതിയ പുസ്തകം. അതിൽ അവർ പറയുന്നത് സക്കാത്തിന്റെ തൊഴിലാളികൾ, സക്കാത്ത് പിരിക്കാനും സംഭരിക്കാനും ചെലവാക്കാനൊക്കെ ഉള്ള തൊഴിലാളികൾക്ക് സക്കാത്തിൽ നിന്ന് തന്നെ വലാമിലീന അലൈഹ എന്ന് ഖുർആനിലുണ്ട്. അതിൽ നിന്ന് ശമ്പളം പറ്റാൻ വകുപ്പുണ്ട്. അപ്പൊ മൗലവിമാർക്കൊക്കെ ജോലി ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പായി സക്കാത്ത് പിരിച്ചിട്ട്. എന്ന് മാത്രമല്ല, സക്കാത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതി പുലർത്തിയിട്ടില്ല എന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതി പുലർത്തിയില്ല. പണ്ടൊരുത്തൻ അങ്ങനെ പറഞ്ഞിരുന്നു. ദുൽ ഖുവൈസറത്തിൽ തമീമി എന്ന് പറഞ്ഞ ചങ്ങാതി. അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കിയിട്ട് എഴുതില്ല മുഹമ്മദ്, മുഹമ്മദെ നീതി കാണിക്കണം, ഫമാ അദൽത ഫിൽ ഖിസ്മ, നീ നീതി കാണിച്ചിട്ടില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു. ആ മുഖത്ത് നോക്കി പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, യഖ്റുജു മിൻ ദീലി ഹാദാ ഖവാം, ഇവന്റെ മുതുകിലൂടെ ഒരു ടീം ഇവിടെ വരും എന്ന് പറഞ്ഞിരുന്നു. അവർ ഖുർആൻ ഓതും, പക്ഷേ ലാ യുജാവിസു തറാഖിയഹും, അവരുടെ തൊണ്ടക്കുഴി വിട്ടുകിടക്കില്ല. യംറുഖൂന മിന ദീനി കമാ യംറുഖു സഹ്മു മിന റമിയ, അമ്പ് ചെയ്തപ്പോൾ ആ അമ്പ് തുളച്ച് കയറിയിട്ട് ശരീരത്തിലൂടെ പുറത്തേക്ക് പോയാൽ, ആ ജീവിയെ തുളച്ചു കയറി പുറത്തേക്ക് പോയാൽ അമ്പിന്റെ മേലെ ഒന്നും കാണാനില്ല. അതുപോലെ ഇവർ ഈമാനില്ലാതെ ദീനുൽ ഇസ്ലാമിൽ തെറിച്ചു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ അനുയായികളെ കുറിച്ച് പറഞ്ഞിരുന്നു. ആരാണത്? നബി തങ്ങളോട് അവിടുന്ന് നീതി കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ദുൽ ഖുവൈസറത്ത് തമീമി. അവിടുന്ന് ചോദിച്ചിരുന്നു, ഫമൻ യഅദിൽ, അത് ഖിബ്ത വഖസർത ഇല്ലം കുൻ അദിൽ ഫമൻ യഅദിൽ, നീ പരാജിതനായില്ലടോ, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആരവിടെ നീതി കാണിക്കുക എന്ന് ചോദിച്ചിരുന്നു. അതേ കക്ഷികളുടെ അനുയായികൾ സുബ്ഹാനല്ലാഹ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയാണ്, അബ്ദുല്ലാ ഹസൻ എന്നാണ് അയാളുടെ പേര്, ഹസൻ അല്ല കേട്ടോ, ഏതായിരുന്നാലും ശരി, അദ്ദേഹം അതിൽ എഴുതുകയാണ് എന്ത്, 5 ഒട്ടകത്തിന് സക്കാത്ത്, 5 പശുവിന് സക്കാത്തില്ല. 5 പശുക്കൾ, ഇപ്പോഴത്തെ സങ്കരവർഗം പശുവാണെങ്കിൽ 5 ഒട്ടകത്തിനെക്കാളും വില ഉണ്ടാവും. അതുകൊണ്ട് 5 പശുവിന് സക്കാത്ത് വേണ്ട, 30 പശു വേണം എന്ന് തീരുമാനിച്ചത് നീതിയായില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പുതിയ മതമുണ്ടാക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി. അല്ലാഹു ഉണ്ടാക്കിയ മതം അവർക്ക് പറ്റിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതം അവർക്ക് പറ്റിയില്ല. അവർ സ്വന്തത്തിൽ മതമുണ്ടാക്കുകയാണ്. ഇത് ഞാനൊരു ചെറിയ സാമ്പിൾ പറഞ്ഞാണ്, വേറെ ഒരുപാടുണ്ട്, ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കുമ്പോൾ, ജനങ്ങളുടെ സക്കാത്ത് നഷ്ടപ്പെടുത്തുമ്പോൾ അവിടെ നോക്കി നിൽക്കാൻ പണ്ഡിതന്മാർക്ക് പറ്റില്ല. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നാഹൂന അനിൽ മുൻകർ, സുബ്ഹാനല്ലാഹ്, നല്ല കാര്യം കൽപ്പിക്കണം, ചീത്ത കാര്യം വിരോധിക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കിതാബുൽ ഉമ്മിൽ വളരെ വ്യക്തമായി പറഞ്ഞു, ലാ ഉഹിബ്ബു ലിവാഹിദിൻ മിനൻ നാസി അൻ യുവല്ലിയ സകാത മാലിഹി ഗൈറഹു, മറ്റൊരാളെ സകാത്തിന്റെ അധികാരം ഏൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്തേ? പടച്ചറപ്പിന്റെ കോടതിയിൽ അവനവന്റെ സകാത്തിനെ കുറിച്ച് അവനവനോടാണ് ചോദ്യം. അതേതെങ്കിലും വിവരമില്ലാത്തവരെയോ അല്ലെങ്കിൽ ദീനിന്റെ ആശയം ഉൾക്കൊള്ളാത്തവരെയോ മതം മാറ്റിമറിക്കുന്നവരെയോ ഏൽപ്പിച്ചാൽ അതുകൊണ്ട് കടപ്പാട് വിടൂല. അതേ സമയത്ത് അതിനനുയോജ്യമായ പണ്ഡിതന്മാര് പറഞ്ഞ നിയമം അനുസരിച്ച് സ്വന്തത്തിൽ വീട്ടലാണ് പുണ്യം. അതില്ലെങ്കിൽ അതേ സത്യസന്ധനായ വിവരമുള്ള കാര്യവിവരമുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ, അതേ കമ്മിറ്റിയുടെ കയ്യിലല്ല, ഒരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം കൊടുത്തില്ലെങ്കിൽ ഉത്തരവാദി ഏൽപ്പിച്ച മനുഷ്യൻ തന്നെയാണ്. അതിന്റെ അവകാശിക്ക് എത്തുന്നത് വരെ ഉള്ള ഉത്തരവാദിത്വം കൊടുക്കൽ നിർബന്ധമായ മനുഷ്യന് തന്നെയാണ്. ഇമാമിങ്ങളത് പറഞ്ഞിട്ടുണ്ട്.
കമ്മിറ്റിയെ വക്കാലത്താക്കിക്കൂടെ? അങ്ങനെ ഒരു സംശയത്തിന് വകുപ്പില്ല. നിങ്ങളെ നാട്ടിൽ പലപ്പോഴും ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കാൻ, നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വക്കാലത്താക്കാറില്ലേ? അങ്ങനെ UAE-യിലുള്ള ഒരാള് വണ്ടൂരിലുള്ള ഒരാളെ വക്കാലത്താക്കുമ്പോ വണ്ടൂരിലെ മഹല്ല് കമ്മിറ്റീനെ വക്കാലത്താക്കാറുണ്ടോ? എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ മഹല്ല് കമ്മിറ്റീനെ ഏൽപ്പിച്ചു എന്നാരെങ്കിലും പറയാറുണ്ടോ? വല്ല കമ്മിറ്റിയെയും വക്കാലത്താക്കാറുണ്ടോ? ഇല്ലല്ലോ. ഒരു വ്യക്തിയെയാണ് വക്കാലത്താക്കുക. കാരണം ശർത്തുൽ വക്കീല് തഈനുഹു, വക്കീല് നിർണയ വ്യക്തിയാകണമെന്ന് തുഹഫയിലെ ഇബാറത്താണ്. ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ വിഷയമാണ്. അതേ, അതിനൊരുപാട് വിശദീകരണങ്ങൾ പറയേണ്ടതുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മുസ്ലിമീങ്ങളെ സക്കാത്ത് നശിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാർക്ക് അത് നോക്കി നിൽക്കാൻ പറ്റൂല. സ്വർഗത്തിൽ കടക്കണോ? അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ.